അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തിരിച്ചു? എങ്ങനുണ്ട്? മെല്ലെ എൻ കണ്ണാടിച്ചില്ലോർമയിൽ ശ്രുതിരാഗത്തിൽ നടമാടും തിങ്കളെ, മുല്ലേ മഴവില്ലേ ചൊല്ലുമൂ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? അകതാരിലുണ്ട് നീ അനുരാഗലോലയായി, അലിവോടെ എൻ്റെ ആദ്യഗാന താളമാകു നീ, ഋതുരാഗമാടു നീ, ഋതുവേഗമായിടാൻ മനം വേദിയാണ് നിൻ പദങ്ങൾ നൃത്തമാകുവാൻ. നിന്നെ മഴവില്ലേ ചൊല്ലുമോ വന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ചിലരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് ചിരിക്കുന്നു, ചെറുതായിട്ട് നാണം, പിന്നെന്തായിരുന്നു, എപ്പോഴും ചിന്താവിഷ്ടയായ ശ്യാമളനാണല്ലോ അടുത്തിരിക്കുന്നവരൊക്കെ. ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പലതും വരും, സ്വാഭാവികം. നമ്മൾ തമ്മിൽ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലല്ലോ അല്ലേടാ? ഓ എൻ്റെ പൊന്നോ, ഞാനൊന്നൊന്ന് ഇത് ചിരിച്ചേനാണോടാ നീ ഇത്രയും കടവും കെട്ടി വാക്കൊക്കെ എടുത്തിടുന്നത്? മനുഷ്യന് ചിരിക്കാനും പറ്റത്തില്ലേ? എടാ, ഞാൻ ക്യാഷ്വലായിട്ട് ഇന്ന് പബ്ബിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ആലോചിച്ച് ചിരിച്ചതാ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഐ സി, അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോടാ. ഇല്ലല്ലോ? അപ്പം എന്തോ ഉണ്ട് ഉറപ്പാ. അത് നിനക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. ഓക്കെ ഫൈൻ. സങ്കടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. അർഹതപ്പെടുന്നവർക്ക് മാത്രം സൗഹൃദം കൊടുക്കുന്നവനാണല്ലോ ഈ ഇരിക്കുന്ന വലിയവൻ. പണ്ടേ ഞാൻ ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? എൻ്റെ പൊന്നു ഋത്വി, നീ ഇങ്ങനെ പറഞ്ഞ് കാട് കയറണ്ട. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. നിനക്കറിയാലോ, എനിക്ക് ഇമാതിരി കാര്യങ്ങളൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെന്ന് പറയാൻ ഈ പറയും പോലെ ഞാനൊരു ഇത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള നീ മാത്രമേ ഉള്ളൂ. നിന്നോട് ഇത് ഏതാന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് പറയാമായിരുന്നത്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, എനിക്കിതിനത്ര വശമില്ല, അതൊന്നാമത്തെ കാര്യം. എനിക്ക് ഒരാളോട് ചെറിയൊരു അട്രാക്ഷൻ അല്ല, താല്പര്യം, അങ്ങനെയും പറയാം. ഇനിയിപ്പോൾ ഈ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ പ്രേമമെന്നോ ലവെന്നോ, അതിനിപ്പോൾ നിൻ്റെ ഒരു ടേസ്റ്റിന് എന്ത് വേണോ എങ്ങനെ വേണോ നിനക്ക് എടുക്കാം. എൻ്റെ പൊന്നടാ, ചിരിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ. പ്രേമം നിനക്ക്, ഇത് ഞാൻ വിശ്വസിക്കണം. അതെന്താടാ അങ്ങനൊരു ടോക്ക്? എന്താടാ
എന്നെ അത്രയ്ക്ക് കൊള്ളത്തില്ലേ പ്രേമിക്കാനായിട്ട്? എന്താടാ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് എനിക്ക് പ്രേമിച്ചുകൂടെ അല്ലെങ്കിൽ തന്നെ? അല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും ഇനി പ്രേമിച്ചുകൂടെ? ആടാ, നിന്നെയും പ്രേമിക്കാം, നിനക്കും പ്രേമിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പഴമക്കാർ പറയും പോലെ അണ്ടിയോടെ എടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളിപ്പറിയത്തുള്ളൂ. ആ, അതാ നിൻ്റെ അവസ്ഥ. നിൻ്റെ ഈ സ്വഭാവത്തിന് പ്രേമമൊന്നും സെറ്റാവത്തില്ല മോനെ. അതുകൊണ്ട് ചോദിച്ചു പോയതാ, നിനക്ക് പ്രേമമോന്ന്. നിൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന ആളുടെ കാര്യം ആലോചിച്ച് പറഞ്ഞതാ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ലിസൺ ഋത്വി, അങ്ങനെ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ടി വരത്തില്ല. എന്താ, നീ എന്നെ സഹിക്കുന്നില്ലേ? ആ, അതുപോലെ വരുന്നത് അങ്ങ് സഹിച്ചോളും. അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് എന്തുവാടാ? ആ, ഒന്നുമില്ല, പോരെ. ആ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ദിവാസ്വപ്നം കാണുന്നതൊക്കെ ആ ആളെയാണ്. ഇനി പറ, അതാരാ, എന്താ, ഫുൾ ഡീറ്റെയിൽസ്. എവിടെ നിന്ന് കണ്ടു, എങ്ങനെ കണ്ടു, എല്ലാം. അല്ല, 2-3 ദിവസമായിട്ട് ബാറിലൊരു പയ്യനെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ നീ. ഇനി അവനെങ്ങാണോ? അല്ല, വാതോരാതെ വാചാലനാവുന്നതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഇനിയിപ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതാ എൻ്റെ ലൈഫിൽ ഞാൻ ആർക്കും അമിത സ്വാതന്ത്ര്യം കൊടുക്കാത്ത. അത് തന്നൊരാൾ നീയാ. അപ്പോഴേ നീ എപ്പോഴും കയറി ഗോൾ അടിക്കുകയും ചെയ്യുമല്ലോ. ആ, അവൻ തന്നെയാ. ജോലി കയറിയ അന്നോട്ട് എൻ്റെ പറയാൻ തന്നെയാണ്. അവനെന്താ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചെന്നോ ഇഷ്ടമാണെന്നോ ഒക്കെ പറഞ്ഞ് പിറകെ നടക്കുക. പാട്ടൊക്കെ പാടി മറ്റേ ധനുഷിൻ്റെ സിനിമയിൽ കാണും പോലെ. ആ, അവൻ്റെ കൂടെ ഒരു വാലൂടെ ഉണ്ട്, അബു. രണ്ടും കൂടി ഒരേ ഓട്ടവും പാച്ചിലും ഒക്കെയാണ്. ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോൾ ചിരി വരും, അറിയാതെ ചിരിച്ചു പോവും. അല്ല, മൊത്തം കോമഡിയാണ് കാണിച്ച് കൂട്ടുന്നത്, അതാ സത്യം. ആ, അവർ കോമഡിയാണ് കാണിച്ച് കൂട്ടുന്നതെന്ന് നിൻ്റെ ഈ ഒറ്റയ്ക്കിരുന്നുള്ള ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ പ്രണയ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുമ്പോഴും ചിലരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാറുണ്ടല്ലോ. ആ, നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, പേര് പറ, പേരെന്താ? അതെല്ലാം പോട്ടെ, നിനക്കെപ്പോഴാ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തേ? ഇതൊക്കെ പറ. അല്ല, നിന്നെപ്പോലൊരാളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതറിയാനായിട്ടും അതെങ്ങനെയാണെന്നറിയാനായിട്ടൊക്കെ ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ എല്ലാം ഉണ്ട്. അല്ല, അതെല്ലാം വേണമല്ലോ. നീയല്ലേ ഇതൊക്കെ പറയുന്നത്? പറ, പേരെന്താ ആ പയ്യൻ്റെ? പിന്നെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു നിനക്ക്? എനിക്ക് 2 ദിവസമായി. നീ 2 ദിവസം കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങിയേ? ആ, പേര് ശിവനിഷ് എന്നാ. ശിവ എന്ന് വിളിക്കും. സംഭവം ആളുടെ കയ്യിലൊരിപ്പിച്ചിരി കോഴിത്തരവും പൂവാലിത്തരവും ഒക്കെ ആണെങ്കിലും ചെറുപ്പമാണ്. പിന്നെ കാണാനും സുന്ദരനാണ്. പിന്നെ പറയത്തക്ക കണ്ണിൽ കാണത്തക്ക പോരായ്മകളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഈ പഞ്ചാര പരിപാടി അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അവൻ്റെ കൂട്ടുകെട്ട് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല അവൻ്റെ കൂടെ ഒരുത്തുണ്ടെന്ന്. അവൻ പയ്യനാണ്. എന്തോ ഇപ്പം എന്തായാലും ഞാൻ തിരിച്ചു പറയാൻ പ്ലാൻ ചെയ്തിട്ടില്ലടാ. അത് വേറൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഐ മീൻ, മേ ബി ഒരു 1 വീക്ക് കൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പമല്ലേ. ഇവനിത് ചിലപ്പോൾ വെറൊരു അട്രാക്ഷനോ തോന്നലോ ഇൻഫാറ്റുവേഷനോ ഒക്കെ ആണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് മാഞ്ഞു പോയാലോ. അത് പോവാതിരിക്കണമെങ്കിൽ കുറച്ചൊന്ന് അഴിച്ചു നോക്കാം. എന്നിട്ട് അന്നേരവും ഇവ എൻ്റെ പിറകെ ഉണ്ടെങ്കിൽ ഇന്നേക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ അവനോട് തിരിച്ച് പറഞ്ഞിരിക്കും, ഉറപ്പാണ്. നീ എന്തെങ്കിലും തീരുമാനം എടുത്തതാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അഗ്നിക്കും പ്രണയം. ആ ചെറുക്കൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും അറിയാതെയാണല്ലോ അവൻ കല്ലുരുട്ടി മണ്ടയിലോട്ട് കയറ്റുന്നത്. കേട്ടിട്ട് പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കുമെന്നല്ലേ. അപ്പോൾ ആഫ്റ്റർ 1 വീക്ക് നീ അവനോട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്ലാൻ? ലിസൺ ഋത്വി, എല്ലാ ഫീൽഡും നമ്മൾ അറിഞ്ഞിരിക്കണം.
ബാക്കിയുള്ള ഫീൽഡുകളെല്ലാം ഏകദേശം ഞാൻ പാസ്സായ മട്ട. ഇതും കൂടെ ഒന്ന് അറിയട്ടേടാ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. പിന്നെ ഒരു സുഖമാണ് ഒരാൾ നമ്മുടെ പുറകെ നടക്കുമ്പോൾ അത് ഫീൽ ചെയ്യാനും. നമുക്കെന്തോ ഏതാണ്ട് വിലയുള്ള പോലെ ഒരു ഫീല്. ഉവ്വ ആ നടക്കുന്ന നടപ്പേ അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതും എല്ലാം ദുരുദ്ദേശമാവാതിരുന്നാൽ മതി. എല്ലാം നല്ലതുപോലെ തന്നെ ആയാൽ മതി. ഇങ്ങനെ നടക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് മറ്റേ ട്രൂ ലവ് ആണെന്നൊന്നും പൊന്നുമോ വിചാരിക്കണ്ട. അതൊക്കെ വിട്. നീ വനവാസം കഴിഞ്ഞ് എന്നാ ഇനി വീട്ടിലോട്ട് പോകുന്നേ? അല്ല, നിൻ്റെ വീട്ടുകാർ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ ഞാനാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. രദ്വി, ഇത് നീ വിചാരിക്കും പോലെ അല്ല. വളരെയധികം കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് അവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തൊന്നുമില്ല. എന്തുകൊണ്ടും ഞാനവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെ ഏതായാലും ഓവറോൾ കഴിയുമ്പോഴത്തേക്കും നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അതുപോട്ടെ, നിൻ്റെ സ്വാമിയുടെ കാര്യം എന്തായി? രണ്ടും കൂട്ടിമുട്ടിക്കാനായിട്ട് എന്തേലും മാർഗമുണ്ടോ? അതോ സ്റ്റിൽ രണ്ടും കൂടെ അടിച്ച് പിരിഞ്ഞ് നടക്കുവാണോ? ഷിറ്റ്, തൊലച്ച്. എന്തിനാ ഇങ്ങനെ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അപശകനങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്? മനുഷ്യൻ്റെ മൂഡ് കളയാനായിട്ട്. തൽക്കാലം ഞാൻ മിണ്ടിയിട്ടില്ല, മിണ്ടാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും നാളെ മിണ്ടാണ്ടിരിക്കുന്നത്. പഠിക്കട്ടെ കുറച്ച്. ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴേ എൻ്റെ വില മനസ്സിലാക്കത്തുള്ളൂ. ഒരു സ്വാമി നല്ല വലിയ വലിയ ആൾക്കാരുടെ പേര് വിട്ടിട്ട് സ്വഭാവം പോഷാണ ശരീര സ്വഭാവം. ഞാനൊന്നും പറയുന്നില്ല. ചെറിയ സമയം തോട്ടെടുത്ത് എറിയാൻ തോന്നും, ചെറിയ സമയം ഒക്കത്തെടുത്ത് വയ്ക്കാനും തോന്നും. അതാ മുതലിൻ്റെ സ്വഭാവം. നീ ഇതിവിടെ കളഞ്ഞേ, ഇല്ലെങ്കിൽ എൻ്റെ മൂഡ് പോകും. ഉള്ള മൂടൂടെ കളഞ്ഞിട്ടിരിക്കാൻ എനിക്ക് വയ്യ. പോരാഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ തിരുമോന്ത തന്നെ ഞാൻ വീണ്ടും കാണേണ്ടത്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് തൃപ്തിയാവും. അതുകൊണ്ട് ഈ നേരമെങ്കിലും നീ അവൻ്റെ കാര്യത്തിൽ പറയാണ്ടിരിക്കുമോ? ഇനി നിനക്ക് നീ എന്തോ വേണം? ഓക്കെ ശരി. നിൻ്റെ അസുർ വിക്രം എന്തു പറയുന്നു? നിനക്കിതൊക്കെ ഉള്ളൂ ചോദിക്കാൻ? നിനക്ക് നല്ലവരെ കുറിച്ചൊന്നും ചോദിക്കുകയല്ലേ? നീ വല്ല ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചോ വല്ല മഹാത്മാഗാന്ധിനെ കുറിച്ചോ ചോദിക്കേ. ഞാൻ 2 പ്രസംഗം ഒന്ന് കാച്ചി തരാം. എടാ, മനസ്സ് മടുപ്പിക്കല്ലേ. നിൻ്റെ മനസ്സ് മടുപ്പിക്കും വിധം എന്താണോ അസുർ വിക്രം ചെയ്തത്? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിൻ്റെ അത്ര ശല്യമൊന്നുമില്ല, പിന്നെ നിൻ്റെ സ്വാമിയുടെ അത്രയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കത്തൊന്നുമില്ല അധികം. അല്ല, നീ പ്ലാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ ശിവനീഷ് എന്ന് പറയുന്നവൻ്റെ ഫാമിലി കാര്യങ്ങളൊന്നും നിനക്കറിയത്തില്ലേ? നീ ടോപ്പിക്ക് വിട്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ വിട്ടാന്ന്. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. കലങ്ങൾ തെളിഞ്ഞ് വെള്ളത്തിൽ മീൻ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ടൈമാകുമ്പോൾ ചോദിക്കാം. ഇതെവിടെ വെച്ച് ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. ഈ ചെറുക്ക എന്നതാ ഈ ഓടിക്കൊണ്ട് നടക്കുന്ന വെളി പിടിച്ച പോലെ? എന്തിനാടാ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നത്? കുറെ നേരം ആയല്ലോ. അടുക്കള വന്ന് നോക്കുന്നു, അപ്പുറത്ത് റൂമിൽ പോയി നോക്കുന്നു, മുറ്റത്തിറങ്ങുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എന്താടാ, നിന്റെ മൂട്ടിലാരെങ്കിലും ദോശക്കല്ല് വെച്ച് പൊള്ളിച്ചോ? എവിടെ ഇരിപ്പുറയ്ക്കുന്നില്ലേ? ഓടിക്കൊണ്ട് നടക്കുന്നു. വൈകിട്ട് ജോലിക്ക് പോകാനുള്ളതല്ലേ? ജോലിക്ക് പോണോമ്മ. അല്ല, ഞാൻ ശിവയെ തപ്പി നടക്കാമ്മ. ഞാൻ ഇവിടെയൊക്കെ നോക്കി കാണുന്നില്ലല്ലോ. ഉമ്മ ഉണ്ടായിരുന്നു ശിവനെ? അതിനാണോ മോനിവിടെ ഓടിക്കൊണ്ട് നടന്നത്? നീ കണ്ട ഉള്ള കടാകം മുഴുവൻ നോക്കി? നിന്റെ റൂമിൽ നോക്കിയോ? ഇല്ലല്ലോ. എന്നാലും ആദ്യം പോയി അവിടെ നോക്ക്, അവിടെ കാണും. ഇല്ലെങ്കിൽ നീക്ക് രണ്ടും കൂടി ചായ കുടിക്കാനായിട്ട് പോയിരിക്കത്തില്ലേ മറ്റേ ഹോള്? അവിടെ പോയി നോക്ക്, അവിടെ കാണും. അല്ല, ഈ 2 സ്ഥലത്താണല്ലോ അവൻ സ്വാഭാവികമായി ഇരിക്കാറുള്ളത്. എന്തിനാ? ജോലി ഒപ്പിച്ചത് അവൻ, ആത്മാർത്ഥമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതും അവൻ. ഇനി അവനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് നീയായിട്ട്
ജോലി ഇല്ലാതാക്കിക്കരുത് കേട്ടല്ലോ. എൻ്റെ മോനായോണ്ട് പറയല്ല, എനിക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുമാത്രമല്ല നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസവും ഇല്ല, അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. എന്ത് ഉമ്മ, നിങ്ങൾ എൻ്റെ ഉമ്മ തന്നെ ആണോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാ തുറന്ന് മൊഴിയുന്നതിന് മുമ്പേ ഉമ്മ പോവുമല്ലോ. ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ലോലനാവാൻ പാടില്ല. അല്ല, ഇവനാരെ ലോലൻ? ഇതൊക്കെ വെറും പുറമോടിയല്ലേ. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയാം. എന്നാലും മറ്റവനെ പാട്ടിലാക്കി അവനെ തേച്ച് ചെയ്യുമ്പോൾ ഇവൻ ഈ ജോലി വിടുമെന്ന് ഈ ഉമ്മ എന്താ മനസ്സിലാക്കാത്ത? അല്ലേലും കാക്കയ്ക്കെന്നും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, അതൊക്കെ പണ്ടാണല്ലോ. ഇപ്പം കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ല, ഡ്രാക്കുള കുഞ്ഞാ. ഉമ്മായ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് അതിനെ നേരം കണ്ടോളൂ. മനുഷ്യനായിരിക്കപ്പുറത്ത് ഇല്ലാത്ത ആ പട്ടിപ്പറക്കിപ്പട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്കാ ടെൻഷൻ. ഇനി ഏത് കോത്തോട്ടത്ത് പോയി കിടക്കുവാണോ എന്തോ പുല്ലേ. ചേച്ചേ, മ്ലേച്ചം. എന്തിനാടാ ഇങ്ങനെ കോത്താട്ടത്ത് പുല്ലൻ? എന്തിനാടാ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള വാക്കുകളും ഇങ്ങനെ മാനേജ് ഇല്ലാത്ത വാക്കുകളൊക്കെ സംസാരിക്കുന്നത്? നീ എന്നാ അബു നന്നാവുന്നത്? ഉമ്മ പറഞ്ഞ കേട്ടില്ലേ? നീയായിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ തിരക്കി നടക്കുന്നത്? പറ. പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്ന കാര്യമാണല്ലോ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോവുമല്ലേ? ദേ ശിവ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറഞ്ഞ എനിക്ക് ടെൻഷൻ. എടാ, ഇത്രയും ദിവസം നീ അഗ്നിയുടെ പുറകെ കിടന്ന് അവൻ വളയുന്നില്ലെന്ന് ഉറപ്പായ കാര്യമാണ്. തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് കളിയാക്കിയ. എടാ, നീ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ അവയില്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ കാണിക്കുന്ന ലാഘവത്തിലാണ് എടുക്കുന്നതെന്ന് അവൻ്റെ മോന്ത കണ്ടറിയാം. എന്തിനാടാ വെറുതെ ഇങ്ങനെ? നോക്ക് ശിവ, ഇതിവിടെ കളഞ്ഞേരടാ. ഇത്രയും നാളൊന്നും നീ ആരുടെയും പിറകെ നടന്നിട്ടില്ല. 3 ബാറുള്ളതിൻ്റെ പേരിലാണോ നീ അവൻ്റെ പിറകെ ഇങ്ങനെ എഫേർട്ട് എടുത്ത് നടക്കുന്നത്? ശിവ, എടാ ഈ പരിപാടി നിർത്തടാ. ഇത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പണിയാവേ. ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ നിൻ്റെ ഫ്രണ്ടെന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ പിറകെ നടക്കുന്നതും പ്രേമിക്കുന്നതും റിസ്ക് എടുക്കുന്നതും ഇൻക്ലൂഡിങ് ബെഡ് ഷെയർ ചെയ്യുന്നവരെ നീയാ. അത് നീ മറക്കണ്ട. എന്താ മോനെ, കോംപ്ലക്സ് അടിച്ചതാണോ ആരുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്? അതെ, അതെൻ്റെ കഴിവ്. നീ എൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യരുത് കേട്ടല്ലോ. എൻ്റെ പൊന്നാബു, ഒന്നും ഉണ്ടാവത്തില്ല. എടാ, ഈ വൈനൊക്കെ ഇല്ലേ, അതൊക്കെ വർഷങ്ങളോളം ഇരിക്കും തോറും അതിൻ്റെ വീര്യം കൂടുമെന്നാണ് പറയുന്നത്. ഇതതുപോലെയാടാ. ഞാൻ കുറേ നാൾ പിറകെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിനി പുള്ളിക്കാരൻ വളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന എന്തും അയാളെടുത്ത് തരും, പുഷ്പം പറിച്ചു തരും പോലെ. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളില്ല കറിയിലെ കരിയേപ്പില എടുത്ത് കളയുന്ന പോലെ അങ്ങ് എടുത്ത് കളയും. ഇത് നമുക്ക് നിസ്സാര കാര്യമല്ലല്ലോ. പിന്നെ നീ ഓവർ തിങ്ക് ചെയ്ത് കൂടുതൽ സ്ട്രെസ്സായി ചിന്തിച്ചു കൂട്ടി ഓരോന്ന് വിചാരിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. ഇതുവരെ എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ തന്നെ ഇതിനെയും ഞാൻ കൊണ്ടുപോകും. അതിനൊരു മാറ്റമില്ല. നല്ല സ്മൂത്തായിട്ട് നീ ഇനി അവൻ്റെ മുമ്പ് വന്നിന്ന് ഓവറാക്കി ചളവാക്കി ഡൗട്ട് അടിപ്പിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. എടാ, എനിക്കില്ലാത്ത ടെൻഷനും ചിന്തയാണല്ലോ നിനക്ക്. അത് ഈ കാര്യത്തിൽ വേറെ ഒന്നിനും നീ ഇമ്മാതിരി ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ അബു? എന്താടാ, നിനക്കിനി അങ്ങേരോട് വല്ല താല്പര്യവും? അല്ല, ബെഡ് ഷെയർ ചെയ്യുന്ന കണക്ക് വരെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. പന്നി, എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ എല്ലാ കാര്യത്തിലും ലോയലാണ്. നിന്നെ ഞാൻ അങ്ങേരെ അടുത്തടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങേരെ എൻ്റെ ടൈപ്പൊന്നുമല്ല. പുള്ളിയെ കണ്ടറിയാം, പുള്ളി ഒരു ടോപ്പൺ ലെവലാണ്. ഞാൻ ആ ടൈപ്പൊന്നുമല്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ടൈപ്പൊന്നുമല്ല. എടാ, അതുകൊണ്ടല്ല. നീ ഈ ഓരോന്നിനും പോയി ചാടുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. മറ്റേലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്തോ ലേറ്റാവേ എനിക്ക് ടെൻഷൻ കയറുക. ബാക്കിയുള്ളവരൊക്കെ നീ ഒരു 2 ആഴ്ച പിറകെ കിടന്ന് സമ്മതിക്കുന്നതാണ്. ഇതിപ്പം 2.5 ആഴ്ച പറയും. ഇത് വരാം. എനിക്കറിയത്തില്ല. എൻ്റെ ടെൻഷൻ എനിക്ക് മാത്രമേ അറിയാവൂ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെടാ. ഇന്ന് വൈകുന്നേരം നമ്മളവിടെ പോകുന്നു, പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം ഒരു സ്മൂത്തിനങ്ങ് കൊണ്ട് പോവാളിയാ. നീ പേടിക്കാതെ. പുള്ളിക്കാരനെ വളച്ച് കുപ്പിയിലാക്കി കൂടിപ്പോയൊരു 1.5 മാസം കഴിഞ്ഞ് പുള്ളിക്കാരനെ ഞാൻ വെറും പുഷ്പം പോലെ എടുത്ത് കളയും. അല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ കറിവേപ്പില പോലെ. സാറൊന്ന് സമാധാനപ്പെട്. ഇത്രയൊക്കെ കണ്ടുപിടിച്ചെങ്കിൽ ഇനി അങ്ങോട്ടും ഞങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും സാർ. ഇല്ല,
എവരെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും സാർ. സാർ അന്ന് പറഞ്ഞ 84 പേരിൽ 54 പേരും അല്ലാന്ന് നമുക്ക് ഉറപ്പായി. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് നാട്ടിലും പിന്നെ പുറത്തും പല സ്ഥലങ്ങളിലായിട്ട് കൊച്ചുമക്കളായിട്ടും മക്കളായിട്ടൊക്കെ സെറ്റിൽഡാണ്. ഇവർക്കൊന്നും ഈ പറഞ്ഞതുപോലെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലും ഈ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തോ അല്ലെങ്കിൽ വിട്ടുപരിയാൻ പറ്റാത്തൊരു സുഹൃത്ത് ബന്ധമോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഉള്ളത് തന്നെ അവരുടെ ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് ഫ്രണ്ട്സാണ്. അവരൊന്നും നമ്മുടെ ഗ്രാൻഡ് പേയുടെ പേരൊന്നും അല്ല, അതൊക്കെ വേറെ വേറെ ആൾക്കാരാണ്. പിന്നെ അവരുടെ താമസം മുന്നുണ്ടായിരുന്നത് ഇതൊക്കെ തിരക്കി ഈ നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരുമല്ല. പിന്നെ ഉള്ളതാകെ 30 പേരാ. ഈ 30 പേരിൽ 20 പേരല്ല സാർ. അവർ മരിച്ച് അവരുടെ റിലേറ്റീവ്സോ ബന്ധുക്കളോ ഈ പറയുന്ന കൊച്ചുമക്കളോ ആരുമില്ല. ഈ 30 പേരും മരിച്ച ആൾക്കാരാണ്. ആദിത്യവർമ്മൻ എന്ന് പറയുന്നത്. ഈ ആദിത്യവർമ്മൻ എന്ന പേരിൽ നമ്മൾ മുമ്പേ കണക്കെടുത്ത പ്രകാരം 87 പേരുണ്ട് ഇവിടെ. അതിൽ നിന്ന് വെട്ടിക്കുറച്ച് അറ്റ് ലാസ്റ്റ് വന്നതായി 30 പേര്. ഈ 30 പേര് മരിച്ചു വരാം. ഇതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ 20 പേര് ഈ നാട്ടിലേ ഇല്ല. ഐ മീൻ ഈ ആദിത്യവർമ്മൻ എന്ന് പറയുന്ന ഈ 30 പേര് മരിച്ചു കഴിഞ്ഞു. പക്ഷേ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കൊച്ചുമക്കൾ മക്കൾ ഇവരാരും ഈ നാട്ടുകളിലൊന്നും ഉള്ളവരല്ല. ഇനി ഉള്ളവരാണെങ്കിൽ തന്നെ അവർക്കാർക്കും അവരുടെ അറിവിൽ ഈ ദേവചര്യ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും ഇല്ല. പിന്നെ ഇതൊക്കെയാണ് അന്വേഷിച്ച് അറിയാൻ പറ്റിയത്. പിന്നെ അതിന് ശേഷം അന്വേഷിച്ച 10 പേര്. ആ 10 പേരുടെയും ചെറുമക്കളൊക്കെ ഇവിടെ ഉള്ളതാണ്. അതിൽ 1-2 പേരുടെ മാത്രമാണ് നമുക്ക് സംശയം തോന്നിയത്. അതിൽ സംശയം തോന്നാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സാർ 2-3 ദിവസം മുന്നേ സാറിൻ്റെ മുത്തശ്ശൻ്റെ ഒരു ഡയറി നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഈ ആദിത്യവർമ്മനെ കുറിച്ച് ഒരു പേജിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് എന്തുകൊണ്ടാണ് അധികം എഴുതാത്തതെന്നുള്ളത് നമുക്ക് ഡൗട്ട് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. ബാക്കി ഇപ്പോൾ മുത്തശ്ശനാണെങ്കിൽ തന്നെ ഫാമിലിയിലെ കാര്യങ്ങളും അസുർ സാറിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ആദിത്യവർമ്മനെ കുറിച്ച് ഒരു പേജിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ഈ ആദിത്യവർമ്മൻ കാണാതെ മുത്തശ്ശൻ പുള്ളിക്കാരനെ കാണാൻ പോയതും പുള്ളിക്കാരൻ്റെ കൊച്ചുമകനുമായിട്ടുള്ള ലൈഫ് കണ്ടിട്ട് തിരിച്ചു വന്നതും അതിൽ കൊച്ചുമകൻ്റെ പേര് ശിവ അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗം കീറിപ്പോയതുകൊണ്ട് തന്നെ അത് അത്ര വ്യക്തമല്ല. പക്ഷെ ശിവ എന്നാണെന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് അതുവഴി ഞങ്ങളൊന്ന് തിരക്കി നോക്കി. അങ്ങനെ തിരക്കിയപ്പോൾ ഈ 10 പേരിൽ ആകെ 2 ആദിത്യവർമ്മൻ്റെ ചെറുമക്കൾക്കാണ് ശിവ എന്ന് പേരുള്ളത്. ഇതിൽ ഒരു ആദിത്യവർമ്മന് ഈ ശിവ എന്ന് പറയുന്ന പയ്യൻ മാത്രമല്ല ചെറുമകനായിട്ടുള്ളത്, വേറെ 2-3 കൂടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു ആദിത്യവർമ്മന് ഈ ശിവ എന്ന് പറയുന്ന പയ്യൻ മാത്രമേ ഉള്ളൂ. വേറെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അതൊന്നും ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടില്ല. ഇവർക്ക് ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിലായാലും ഈ മുത്തശ്ശനും ചെറുമകനും മാത്രമേ ഉള്ളൂ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മുത്തശ്ശൻ മരണപ്പെട്ടതിന് ശേഷം ആ ചെറുക്കൻ മാത്രമേ ഉള്ളൂ നിലവിൽ ഫാമിലിയിൽ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രൂഫ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ആ 2ാമത്തെ ശിവയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ സംശയങ്ങളുണ്ട്. അവൻ്റെ പേര് ശിവനിഷ് എന്നാണ്, ശിവ എന്ന് വിളിക്കും. 22-23 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ, 21 കൂടിപ്പോയാൽ അത്രേ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ ആദ്യം പറഞ്ഞ ശിവ എന്ന് പറഞ്ഞ പയ്യൻ, ആ പയ്യൻ്റെ വേറെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് പോരാഞ്ഞിട്ട് ആ പയ്യൻ ജർമ്മനിയിലാണ് സെറ്റിൽഡ്. ഈ മുത്തശ്ശൻ്റെ ഡയറി കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ തിരക്കിയ പ്രകാരം അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൊച്ചുമകന് ഈ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സോഫ്റ്റ് കോർണറും പിന്നെ ഈ സാറിൻ്റെ മുത്തശ്ശന് ഈ ആദിത്യവർമ്മനോടുള്ളൊരു സൗഹൃദം ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു എഗ്രിമെൻ്റ് എഴുതി വെച്ചതെന്നാണ് ഒരു ഊഹം. അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കഷ്ടപ്പാട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം, മേ ബി, അറിയത്തില്ല. പക്ഷെ എന്തുകൊണ്ടായിരുന്നാലും ഈ ആദ്യം പറഞ്ഞ ശിവ ആവാൻ യാതൊരു വഴിയില്ല. 2ാമത് പറഞ്ഞ ശിവ ആവാനാണ് സാധ്യത കൂടുതലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശിവയുടെ ഫോൺ ഞങ്ങൾ ട്രേസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻസ് ഏകദേശം നമ്മുടെ പബ്ബിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഏകദേശം നമ്മൾ അടുത്തെത്തി നിൽക്കുക. ഇനി ഇതാണോ എന്നൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. ഇതാണെന്ന് ഞങ്ങൾ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട് സാർ, വേറൊന്നുമല്ല. മുത്തശ്ശൻ ഡയറിയിൽ എഴുതിയിരിക്കുന്ന പേജിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മുത്തശ്ശൻ മരിക്കുന്നതിനേക്കാളും ഒരു 1.5 വർഷം മുന്നെയാണ്.
അന്നേരത്തെ ആ ഡേറ്റും സ്ഥലവും സമയവും വരെ എഴുതിയാണ് മുത്തശ്ശൻ ആ ദിവസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ആദിത്യവർമ്മനെ കാണാൻ പോയെന്നും ഒളിച്ചു നിന്ന് കണ്ടെന്നും അവൻ്റെ മുന്നിൽ ചെല്ലാനുള്ള ധൈര്യം മുത്തശ്ശൻ ഉണ്ടായിരുന്നില്ലെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടത് ഈ ഡേറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആദിത്യവർമ്മൻ്റെ കൊച്ചുമകൻ, അതായത് അവൻ ജർമ്മനിക്ക് പോകുന്നത് 6 വർഷം മുന്നെയാണ്. അതായത് മുത്തശ്ശൻ്റെ മരണശേഷം. മുത്തശ്ശൻ്റെ മരണശേഷം കുടുംബത്തോടെ ജർമ്മനിക്ക് പോകുമായിരുന്നു. മുത്തശ്ശൻ, അതായത് ആദ്യം പറഞ്ഞ ആദിത്യവർമ്മ മരിക്കുന്നത് 6 വർഷങ്ങൾക്ക് മുന്നെയാണ്. പക്ഷേ നമ്മുടെ മുത്തശ്ശൻ ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് 1 വർഷം മുന്നെയാണ് ഡേറ്റ് ഇട്ട് എഴുതിയിരിക്കുന്നത്. മുത്തശ്ശൻ മരിച്ചതാണെങ്കിൽ 6 മാസം മുന്നേ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ആദ്യത്തെ ശിവയല്ല, രണ്ടാമത്തെ ശിവ തന്നെയാണ് നമ്മൾ പറഞ്ഞ ആളെന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഇനി ഉറപ്പിക്കണം, ഒന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് ക്ലാരിഫൈ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഇനി വേറെ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സാറ് ദേഷ്യപ്പെടാതെ സമാധാനമായിട്ടിരിക്കും. നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചില്ലേ. പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യരുണ്ടോ സാറേ? ഇല്ല വിയാൻ, പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യരും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ അർഹിക്കുന്നേക്കാൾ ഭാരമുള്ള ചുമതലകൾ നമ്മൾ തോളിൽ വെച്ച് തരുമ്പോഴാണ് ചിലരൊക്കെ അന്ധരായി പോകുന്നത്. അതുപോലെ ഒരിക്കൽ അന്ധനായവനാ ഞാനും. ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങൾ, കാര്യങ്ങൾ മാങ്ങാത്തും അറിയത്തില്ല. സ്വന്തം ലൈഫ് നോക്കാൻ പോലും സമയമില്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലധികമാണ്. ഇത്രയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. ഇതെല്ലാം നഷ്ടപ്പെട്ട ഇന്ന് ഈ കാണുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല. ഇതിനേക്കാൾ ഭ്രാന്ത് മൂത്ത രീതിയിലായിരിക്കും പലതും കാണേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നോക്ക് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയണ്ട. നിങ്ങൾ ഇത്രയും കണ്ടുപിടിച്ചോണ്ടാ ഞാൻ ഇത്രയെങ്കിലും ശാന്തമായിട്ട് സമാധാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പറയുക, ഇന്ന് വൈകുന്നേരം നമ്മുടെ പബ്ബിൻ്റെ ആ ഭാഗത്തും നമ്മുടെ പബ്ബിലൊക്കെ ഒന്ന് പോയി നോക്ക്. ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പയ്യൻ അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത്, നിയമപ്രകാരം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത്, അവന് കൊടുക്കാൻ പറ്റുന്ന എത്രത്തോളം വലുതാണോ അത്രത്തോളം എല്ലാം കൊടുത്ത് ആ സ്വത്തുക്കൾ തിരിച്ച് എത്തേണ്ടടുത്ത് തന്നെ എത്തണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വലുതാവും ചെയ്യാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം പബ്ബിൽ ഗസ്റ്റ് ഉണ്ടോ? ഞാൻ ആദമിനെ വിളിച്ചായിരുന്നു. അന്നേരം അവൻ പറഞ്ഞത് 2-3 ഗസ്റ്റ് ഉണ്ടെന്നാ. അവർ ഫോറിനേഴ്സാണ്. കുറച്ച് ഡിസിപ്ലിനും പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്, ചെറിയ ഡാൻസൊക്കെ. വേറെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ഒന്നുമില്ല. എന്താ സാറിന്ന് പബ്ബിലോട്ട് വരുന്നുണ്ടോ അതോ ഈ പയ്യനെ തിരക്കുന്ന കാര്യത്തിനാണോ? കുറേ ആയില്ലേ പബ്ബിലോട്ടൊക്കെ വന്നിട്ട്. പിന്നെ കറക്റ്റ് അവൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ പബ്ബിനകത്താണോ അതോ നമ്മുടെ പബ്ബിൻ്റെ ആ ഏരിയ തന്നെയാണോ എന്നൊന്ന് തിരക്കിയേക്ക്. ഇന്നത്തോടെ അവനെ കണ്ടുപിടിക്കണം, ഇനി എന്തൊക്കെ വന്നാലും. പിന്നെ നീ ഒന്ന് കാണണം. പിന്നെ പറ്റുവാണെങ്കിലല്ല, ഋത്വിക്കിനെ വിളിച്ചിട്ട് നേരെ പബ്ബിലോട്ട് വരാൻ പറ. അവനും അവിടെ വേണം. അവൻ കുറേ ദിവസം കൊണ്ട് വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കാനെന്നും പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ച് വീട്ടിലോട്ട് പോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യായിരിക്കും. എത്ര നാൾ അവൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ. എനിവേ, തൻ്റെ പേഴ്സണൽ ഡിറ്റക്റ്റീവ്സിനോടും താൻ ഇതിനു വേണ്ടി ഇറക്കിയ പുതിയ ആൾക്കാരോടൊക്കെ ഒരു താങ്ക് യു പറഞ്ഞുതരാം. ഇനി അത് ഞാനായിട്ട് കുറയ്ക്കുന്നില്ല, കഷ്ടപ്പെട്ട് ഇത്രയും കണ്ടുപിടിച്ചതല്ലേ. ബാക്കിയും സ്മൂത്താ അങ്ങ് പോയി കഴിഞ്ഞാലേ അത്രയും ഉപകാരം. അതൊക്കെ പോവും സാർ, സ്മൂത്തായിട്ട് തന്നെ പോവും. ഇനിയും കാര്യങ്ങൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അതാരാന്ന് എന്താന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കാണും. ഇനി ആ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഡീറ്റെയിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അവൻ നമ്മുടെ ചെറുവിരളൊരു അകലത്തിൻ്റെ ദൂരത്തിലാണ് ഉള്ളത്. അവനെ നമുക്കൊന്ന് എത്തിപ്പിടിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതൊന്ന് കൺഫേം ആക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം സാർ. അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്തിനേതിനും സാറിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? ടെൻഷനൊന്നും ഇല്ലടോ. ഇല്ലെന്ന് പറഞ്ഞാൽ അതൊന്നും നുണയാ.
എന്നാ നടക്കട്ടെ. ഓ എൻ്റെ പൊന്നബു, തള്ളല്ലേ. നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാ. നീ ഈ കടുകുമണിയോളം കാണുന്നതിനെ മത്തങ്ങയോളം പെരുപ്പിച്ച് പറയുന്ന മുതല അവൻ്റെ ആന. ഇതെന്താടാ, ഇവിടെ ആരും ഇല്ലേ? മൊത്തം സൈലൻസ് ആണല്ലോ. എന്തു പറ്റിയടാ? നീ ഇങ്ങനെ മുമ്പ് കയറി മറ്റേ വൻമരം പോലെ നിൽക്കാതെ മാറുന്നു. പടച്ചോനെ, എല്ലാവരും ആവിയായി പോയാ? പടച്ചോനെ, ബാറങ്ങളടച്ച് പൂട്ടിയാടാ. ഓ, ഉള്ള കഞ്ഞൂടി മുട്ടുമല്ലോ. ഇന്ന് ബോണസ് കിട്ടുമെന്ന് ഇന്നലെ ആദമു പറഞ്ഞതാ. അന്നേരവേ ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് 5 പൈസ കിട്ടുന്ന പരിപാടി വരുമ്പോൾ തെണ്ടിത്തരം കാണിക്കുമല്ലോ. എന്തിനാ പടച്ചോനെ നമ്മളെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നാലും എല്ലാവരും എവിടെ ഇതോടെ ആദമു വരുന്നു, അവനോട് ചോദിക്കി. എവിടെ? നീ മാറങ്ങോട്ട്. ആദമേട്ടാ നിന്നെ, ഇവിടെ എന്താ പ്രശ്നം? എന്താ? അല്ല, ഈ ആരെയും കാണുന്നില്ല. സാധാരണ 5:30 കഴിഞ്ഞല്ലോ. അല്ല, സാധാരണ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ ബാറിൻ്റെ അന്തരീക്ഷം. കസ്റ്റമേഴ്സും വന്നു തുടങ്ങും. പിന്നെ പോരാഞ്ഞിട്ട് കസ്റ്റമേഴ്സുണ്ട്. അല്ല, പ്രോഗ്രാമിനാളൊന്നുമില്ലേ? ഇന്നത് ഗസ്റ്റ് ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അല്ല, ഇന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു. അല്ല, സാധാ പ്രോഗ്രാമുള്ള ടൈം ഇങ്ങനെയൊന്നും അല്ല. സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. പോരാഞ്ഞിട്ട് ഇന്ന് നല്ല ആളും കുറവാ. എന്തു പറ്റി? നീ ഒന്ന് സമാധാനത്തിൽ ചോദിക്കടാ, എന്നാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആള് കുറവൊന്നും വേറെ ഒന്നുമല്ല. ഇന്നത്തെ ബുക്കിംഗ് കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു, ബാക്കിയൊന്നും എടുക്കാൻ നിന്നില്ല. ഇന്ന് 2 ഫോറിൻ ഗസ്റ്റ് ഉണ്ട്. അത് അസുർ സാറിൻ്റെ മെയിൻ ഗസ്റ്റുകളാണ്. അവരുമായിട്ട് ബിസിനസ് ഡീൽസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് അധികം ഒച്ചയമ്പുകളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചും, പിന്നെ വരുന്നവർക്ക് പ്രോഗ്രാം നല്ലപോലെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം ബുക്കിംഗ് ഇന്ന് അലോഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് ആൾ കുറവ്. പക്ഷേ ഇപ്പം പ്രശ്നം അതൊന്നുമല്ല. അഗ്നി സാർക്ക് ഒറ്റ മൂഡ് ഓഫില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുക. എടാ, നമ്മുടെ മറ്റേ ധന്യയില്ലേ, നീ ഒന്ന് കൂടെ കയറി ഡാൻസൊക്കെ ചെയ്തേ. ആ പുള്ളിക്കാരി ഇന്ന് ഡാൻസിങ്ങിന് വരാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് പെർഫോം ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ന് രാവിലെ വിളിച്ച് പറയുന്ന പുള്ളിക്കാരിയുടെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണ് ഫ്രാക്ചറായിട്ട് വരാൻ പറ്റത്തില്ല, പകരം ഫ്രണ്ടിനെ വിട്ടിട്ടുണ്ടെന്ന്. അഗ്നി സാറിന് എന്തോ ഫ്രണ്ട് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പുള്ളിക്കാരി ഡാൻസ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കോൺഫിഡൻസോടെ പോയ അവസ്ഥയിൽ അവിടെ ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുക. ഓ, ധനുവിൻ്റെ കാല് ഫ്രാക്ചറായോ? ഓ പാവം. അപ്പോൾ നമുക്കൊരു ദിവസം ധനുവെ കാണാൻ പോകണം കേട്ടോ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. അല്ല, ദയവായിട്ട് എനിക്കൊരു അവസരം കൊണ്ടിട്ടേ നിൽക്കാം. അല്ല, ഇപ്പോൾ നിങ്ങളുടെ അഗ്നി സാർ ഇപ്പോൾ എവിടെ നിൽക്കുക? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയി അഗ്നി സാറിന് ഒരു കമ്പനി കൊടുത്തിട്ട് വരാം. ഡാ, ഇപ്പനോ ദൈവം തമ്പുരാൻ പറഞ്ഞ് മനസ്സിലാക്കിയാലും തിരുത്താത്തൊരു ചെറുക്കൻ. എന്നിട്ട് ആദമ്മേട്ട ഈ പുള്ളിക്കാരുടെ കൂട്ടുകാരി വരുന്നെന്ന് പറഞ്ഞിട്ട് അത് വന്നോ? ആ കുട്ടി വന്നു. അല്ല, ഇവന് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ കൂടുതലാണല്ലോ, പ്രത്യേകിച്ച് അഗ്നി സാറിന്. ഈ കോൺഫിഡൻസ് കൊടുക്കൊക്കെ എവിടം വരെ പോകുമെന്ന് നമുക്ക് കാണാം. ആ കുട്ടി സാറിൻ്റെ അടുത്തുണ്ട്. സാറിൻ്റെ മൂഡ് ഓഫ് കൊണ്ടപ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ള മൂഡ് കൂടെ പോയെന്ന് വേണം പറയാൻ. അതിനിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ശരിയാവൂ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. എല്ലാം കണക്കാ. അതെ, എല്ലാം കണക്കാ. ഈ പോയവൻ അവരുടെ 2 പേരുടെയും കോൺഫിഡൻസ് മൊത്തത്തോടെ കളയാതിരുന്നാൽ മതിയായിരുന്നു. ഓ എൻ്റെ പടച്ചവനെ, എനിക്ക് മാത്രം എന്തിനാണാവോ ഇങ്ങനത്തെ ഒരു കൂടപ്പറപ്പിനെ തന്നത്? ഓ അതെ, എനിക്കുള്ള ജോലി എന്താണെന്ന് പറയൂ. ഞാൻ പെട്ടെന്ന് ആ മൂലയിൽ അങ്ങനെ പോയിരുന്ന അത് ചെയ്തോളാം. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ല, അതുകൊണ്ടാണ്. അല്ലേ, ഞാൻ എന്തിനാടാ ഇനി പറയുന്നേ? നിന്റെ ജോലി എന്താണെന്ന് നിനക്കറിയത്തില്ലേ? പോയി അവിടെ നിൽക്ക്. ആൾക്കാരും ഒന്ന് തുടങ്ങി. സാധനം ഒഴിച്ചു കൊടുക്കാൻ അവിടെ ആരുമില്ല. ചെന്നേ. അവൻ എന്നോട് ചോദിക്കുന്നു. ഇനി ഇവൻ പറഞ്ഞ പോലെ ഇവൻ പോയി ഇനി അവിടെ ഉള്ളവരുടെ കോൺഫിഡൻസ് കൂടെ കളയുമോ? സാറ് മൂട്ടിന്ന് പിടിച്ച് വിട്ടില്ലേ? പടർന്ന് കയറുമ്പോൾ പഠിക്കുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. അന്നേരം സാറ് കേട്ടില്ലല്ലോ. പറഞ്ഞാൽ കേൾക്കാത്തവൻ കൊണ്ടു പഠിക്കുമെന്നാ. സാറിന് അവൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കൊള്ളുമ്പോഴേ പഠിക്കത്തുള്ളൂ. എന്നാലും ഇവ എന്തിനാണാവോ സാറിൻ്റെ വേഗം മാത്രം ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? എന്തോ ചെറുക്കൻ. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ കണക്കുള്ള കാര്യം എല്ലാം വേദനത്തിലാവും. അല്ലെങ്കിൽ ആ കിരണ കാരണം എനിക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ കണക്ക് മൊത്തം പോയി കിടക്കുക. ഇന്ന് പോരാനിട്ട് ഇന്ന് അസുർ സാറും കൂടി വരും. എൻ്റെ കഴുത്തിന് മണ്ടയിലുള്ള തല അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഇതുപോലെ തന്നെ. എടോ ചിൽ,
ഞാൻ തൻ്റെ കഴിവിനെ കുറച്ച് പറഞ്ഞതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ധന്യാണെങ്കിൽ ഐ നോ ഹർ, ആ പെർഫോമൻസും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പെട്ടെന്നിങ്ങനെ ധന്യ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായൊരു ഷോക്കും പിന്നെ കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. ബട്ട് നൗ തന്നെ കണ്ടപ്പോൾ ഐ നോ യു ഓൾസോ ഗുഡ് ഡാൻസർ, നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയാം. താൻ ഇനി തൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയണ്ട. ഞാൻ അന്നേരത്തെ ഒരു ഇതിന് കുറച്ച് ഡെസ്പായിട്ടിരുന്നതാണ്. ഐ നോ താൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പിന്നെ പോരാൻ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്, ഫോറിനേഴ്സാണ്. അപ്പോൾ അതും ഇതൊക്കെ ഒരുമിച്ചായപ്പോഴത്തേനും എല്ലാം കൂടി ചിന്തിച്ച് അങ്ങനെ കുറച്ച് ഇതായി പോയതാണ്. താൻ കൂളാവ്, താൻ പെർഫോം ചെയ്താൽ മതിയോ, നന്നാവും ഉറപ്പാണ്. നോ 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 ഇറ്റ്സ് ഓക്കെ. എനിക്ക് മനസ്സിലാവൂടോ, ഇതിപ്പോൾ ആരാലും ഇങ്ങനെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അവൾ ധനു വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആൾ മാറി. എൻ്റെ പെർഫോമൻസ് ഒന്നും താൻ കണ്ടിട്ടുമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാവും. അതല്ല, താൻ പെടുന്ന ഡിസ്പായപ്പോൾ ഞാനും കുറച്ച് ഡൗൺ ആയി, അത്രേ ഉള്ളൂ. കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നും ഇല്ലടോ. പക്ഷെ എന്നാലും നമ്മളൊരു സ്ഥലത്ത് പെർഫോം ചെയ്യാൻ വന്നിട്ട് അവിടെ ഉള്ളവർക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഇല്ലാന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത്. ബട്ട് ധനുവിന് ഞാൻ പ്രോമിസ് കൊടുത്തത് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ബിക്കോസ് അവളെനിക്ക് ഹെൽപ്പിന് ഇവിടെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ശിവ. ഒരു 1 night സ്റ്റാൻഡിനെങ്കിലും അവളെ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചേനെ ഞാൻ. ദൈവമേ, എക്സ്ക്യൂസ് മീ, എൻ്റെ പേരിവിടെ പറയുന്ന കേട്ടായിരുന്നു. പക്ഷെ അതിനല്ല ഞാൻ വന്നത്. അഗ്നി, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? അഗ്നി ആകെ മൂഡ് ഓഫ് ആണെന്നും പിന്നെ എന്തോ പ്രോഗ്രാമിൻ്റെ എന്തോ കാര്യം ധനു വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇഷ്യൂ എന്നൊക്കെ പുറത്തുനിന്ന് ആദമിനെ കണ്ട വാദം പറഞ്ഞല്ലോ. എന്തു പറ്റി? മൂഡ് ഓഫോ? ഞാനോ? ലിയ, ഇതാ താനിപ്പോൾ പറഞ്ഞ ശിവ, തൻ്റെ ധനുവിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ലിയ തന്നെ സംസാരിക്കത്തില്ലേ? ശിവ, ലിയക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക ആൻഡ് ഹെൽപ്പ് ഹർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ. എന്നാൽ ഞാനവിടെ കാണും. ലിയ, ടെൻഷനൊന്നും വേണ്ടടോ. ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു സോ മച്ച് അഗ്നി, താങ്ക് യു. ശിവ, ധനു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നതിന് ശേഷം 24 മണിക്കൂർ തന്നെ കുറിച്ചായിരുന്നു സംസാരം. ഐ എം ലിയ. ഓ ലിയ, ശിവനിഷ്, ശിവ എന്ന് വിളിക്കും. ധനു എന്നെക്കുറിച്ച് പറഞ്ഞല്ലേ. ഞങ്ങൾ ഫ്യൂ സെക്കൻഡ്സ് വഴി ഫ്രണ്ട്സായവരാണ്. അവൾ പെർഫോം ചെയ്തു, എനിക്ക് കൂടെ പെർഫോം ചെയ്യാൻ തോന്നി. അവളോട് പോലും ചോദിച്ചില്ല, കയറി പെർഫോം ചെയ്തു. അല്ല, എന്താ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എൻ്റെ? വാട്ട് വേണമെന്നോ? ഒബ്വിയസ്ലി ഐ നീഡ് യു ഹെൽപ്പ്. യുനോ, ഞാൻ ഇവിടെ ആർക്കും അറിയത്തില്ല. ഇപ്പം ഇവിടെ എണീച്ച് പോയി അഗ്നിക്ക് പോലും അറിയത്തില്ല. അയാളുടെ ടെൻഷൻ കണ്ടിട്ടാണ് ഞാൻ അയാളോട് ആ സത്യം പറയാത്തത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് പെർഫോമൻസ്. യുനോ, എന്താവുമെന്ന് പോലും അറിയത്തില്ല. അവൾ സിക്കായോണ്ട് അവൾ അഡ്വാൻസ് മുന്നേ വാങ്ങിച്ചോണ്ടൊക്കെയാ. പാവം, ഞാനും ഡാൻസൊക്കെ കളിക്കൂടോ. പക്ഷെ ഇങ്ങനെ സ്റ്റേജിൽ, ഐ മീൻ ഇതുപോലൊരു സ്ഥലത്ത് ഇതുവരെ കളിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ടെൻഷനും പേടിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ആ അഗ്നിയുടെ കോൺഫിഡൻസ് ലൈമോടെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഉള്ള കോൺഫിഡൻസോടെ ചോന്നു പോയടോ ശിവ, സത്യം പറയാമല്ലോ. എന്നിട്ട് അവളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അവൾ ഓൾറെഡി എന്നോട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടെ താൻ ഇവിടെ ഉണ്ടെന്നും താൻ കമ്പനി തരുമെന്നൊക്കെ. അതിൻ്റെ ഒരു വല്ലാത്ത ധൈര്യത്തിലാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ പോലുമില്ല. അവിടെ നിൽക്കുന്ന ചെക്കനോട് തൻ്റെ പേര് ചോദിച്ചപ്പോൾ അവനെ അറിയത്തു പോലുമില്ല. ആകെ തകർന്ന് നിന്നപ്പോഴാണ് താനിപ്പോൾ വന്നത്. എടോ, താൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് എനിക്ക് ഒരു ഇഞ്ച് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും താൻ ഇന്ന് എൻ്റെ കൂടെ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ലിയ, റിലാക്സ്. ഐ വിൽ ഹെൽപ്പ് യു. ഓഫ് കോഴ്സ് ഐ വിൽ ഹെൽപ്പ് യു. നിൻ്റെ കൂടെ എന്താ പെർഫോം ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ. എന്നിട്ട് അതിലോട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന സോങ് ഒന്ന് അയച്ചേക്ക്. എല്ലാം സെറ്റാക്കാം. ധൈര്യമായിട്ട് പോയി കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വേണം, നമുക്ക് തകർക്കാം.
ഓ ഹൗ സ്വീറ്റ്. താങ്ക് യു ശിവ, താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഇതിന് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നേരം ഞാൻ മറ്റേ തീക്കനലിൻ്റെ മണ്ടയിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒരു വേസിയിട്ടായ ഒരു ഫീലാണ്. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഏതാടാ ഓലിപ്പുർ കട്ട? ഒലിച്ചിറങ്ങുന്നുണ്ടല്ലോ. ഡാ, നീ എന്താ വായി നോക്കിക്കൊണ്ടിരിക്കുന്നവളെ? അങ്ങനെയൊന്നും പറയല്ലേടാ. നല്ല കൊച്ച, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോവാ. ഡാൻസ് ധനുവിൻ്റെ ഫ്രണ്ടാ. ആ, ഇന്നേ അവൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പേടിയാ. ധനു ഞാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. ഞാനുള്ള ധൈര്യത്തിലാണ് വന്നത്. പിന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം, കുറേ ആയില്ലേ ദേഹമൊക്കെ അനക്കിയിട്ട്. ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് കിട്ടുമെന്ന് നോക്കട്ടെ. എന്നോട് ചെറുതായിട്ടൊരു ചെരിവുള്ളതുപോലെ തോന്നി. അത് മൊത്തത്തിൽ ചരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചരിച്ചെടുക്കണം. കുറച്ച് പണിയാണ്, പക്ഷെ കുഴപ്പമില്ല. കഷ്ടപ്പെടാൻ പണ്ടേ എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. അത് വേറൊന്നിൻ്റെ അല്ല, നല്ല അടി കിട്ടാത്തതിൻ്റെ. അത് ഏവൻ്റെയും കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും പൊന്നു മോനാ സൂക്കിയടങ്ങ് മാറിക്കോളും കേട്ടോ. അവൻ്റെ ഒരു 1 നൈറ്റ് സ്റ്റാൻഡ്. അവളെ കൂടെ എന്തോ തകർക്കാൻ പോവാന്നല്ലേ പറഞ്ഞേ. പോയി റെഡിയാവുക കേട്ടോ. നീ ഒരിക്കലും നന്നാവത്തില്ല, അതെനിക്കറിയാം ശിവ. അതുകൊണ്ട് പറയുന്നുമില്ല. കിട്ടേണ്ടത് കിട്ടുമ്പോൾ നീ പഠിച്ചോളും. ഓക്കെ, ഞാനേ പോട്ടെ, എനിക്ക് ജോലിയുണ്ട്. മോന് പിന്നെ ഇനിയിപ്പോൾ ഈ ഡാൻസ് കളിക്കുന്ന പറ്റും പറഞ്ഞ് തടസ്സം അടയ്ക്കണ്ടല്ലോ. ആര് പറഞ്ഞു? അതേ, ഞാൻ ഈ ഡാൻസ് കളിക്കുന്നതിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, അവളെ ഹെൽപ്പ് ചെയ്ത് അവളുടെ മനസ്സ് കീഴടക്കാം. 2, ഞാൻ ഡാൻസ് കളിച്ച് ദ്വാ നിൽക്കുന്ന അഗ്നിയുണ്ടല്ലോ, ആ പർവ്വതത്തെ ഒന്ന് ആളെ കത്തിക്കുക. ഓക്കെ, ഇത് 2-ൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നടത്തിയിരിക്കും. ഇനി 2 നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശ്രമങ്ങൾ പിന്നെ തുടരുന്നതായിരിക്കും. പൊന്നമ്മോൻ പോയി ചേട്ടന്മാർക്ക് വീട്ടിൽ കൊടുക്ക്. എന്നാലേ ഞാൻ പോയി റെഡി ആവട്ടെ. അത് ശരിയാ. ഇന്ന് 2-ലൊന്ന് നടക്കും ഈ പോക്കാണെങ്കിൽ. ഒന്നീവൻ അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും കൈകൊണ്ട് തീരും, അതുറപ്പാ. എൻ്റെ പടച്ചോനെ, നീ എന്നും എൻ്റെ കൂടെ കാണണേ. എൻ്റെ കൂടെ കണ്ടാൽ മാത്രമല്ലേ എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കുരുക്കുകളിലല്ലേ പോയി തല വെച്ചോണ്ടിരിക്കുന്നത്. നീയേ തുണ. Love you all night long and I wanna shake that body. Come on girl, I wanna shake your body. You and me all night long and I'm singing this song. അഴകാനത് ലിപ്സോட ലിപ്സി, ഇറവാനത് എപ്പവും സെക്സി, ചൂടാനത് പെണ്ണിന് പെപ്സി, സുഖമാനത് ശ്വാസി. വെള്ളയഴകേ എൻ ഉള്ളം ഉണക്കേ. മിസ്സാനത് നെഞ്ചില നെഞ്ച്, ഫിക്സാനത് തീയില പഞ്ച്, കിക്സാനത് എന്നല സെഞ്ച്, ലിപ്സാനത് കൊഞ്ച്. Hello സുഖവാസ
loving, y'all. Come on, feel my loving. Come on, feel my loving, y'all. Come on, feel my loving. Come on, feel my loving, y'all. ஒரு மாதிரி பார்த்தது யாரு, அது மாதிரி பேசியதாரு, புது மாதிரி தொட்டது யாரு, என் மாதிரி யாரு. நீ தன்னை அசைக்க, நான் உன்னை இசைக்க. கியூட்டாகவ என்னோட பேசி, மியூட்டாகவ என்னோட தூசி, லைட்டாகவ என்னையும் வாசி, நைட்டானது ராசி. அத தந்தத 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 தான். ஆயிரமை காலு, ஆப்பிள் கலர் தோல், ஆயிரத்தில் ஒருத்தி நான் வந்து பழகு. ரம்மு செஞ்ச ஐஸ், ஜிம்மு செஞ்ச டைஸ், புசு புசு புசுன்னு தான் இந்த அழகு. ஏ ஹன்னி ஹன்னி கண்ணில் ஹனி ஆசை வரும் மினி. ஏ மணி 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 நானே முதல் கனி. ஏ ஹனி ஹனி கண்ணில் ஹனி ஆசை வரும் மினி. ஏ மணி 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 நானே முதல் கனி. கண்ணி இவள் கணினி, கல் அவிழும் பதனி, கண்ட இடம் துருணி. காதல் கொண்ட மேனி, கொஞ்சம் இதை கவனி, கொஞ்சுவதில் வதனி, அஞ்சு முடல் அவனி. உன் ஆசை சொல்ல